ഹലോ ഡിയേഴ്സ്, ഇപ്പോൾ സമയം 3 മണിയായിട്ടാണ്. ഞങ്ങൾ ഇന്ന് ഫാമിലി ആയിട്ട് ഒരു യാത്ര പോവുകയാണ്. ഞങ്ങളെപ്പോൾ യാത്ര പോയാലും വെളുപ്പിനെ 2-3 മണിക്ക് ഞങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഇക്കാൻ്റെ 2 ഫ്രണ്ട്സും ഫാമിലിയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു ഫാമിലിക്ക് വരാൻ പറ്റുന്നില്ല. ബാക്കി കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. ഞങ്ങൾ സാധാരണ പോകുമ്പോൾ 2 വീലറിനും പിന്നെ ഞങ്ങളുടെ ഓട്ടോയ്ക്കൊക്കെയാണ് പോകുന്നത്. 1 ഡേ ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും രാവിലെ തന്നെ റെഡിയായി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്നത് തൊടുപുഴയിൽ തന്നെ ഒരു വെള്ളച്ചാട്ടമായ തൊമ്മൻകുത്തിലോട്ടാണ്. അപ്പോൾ ഏകദേശം ഞങ്ങൾ അവിടെ എത്താറായിട്ടോ. ഇത്രയും നേരത്തെ ഇറങ്ങുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, പെൺകുട്ടികളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുതലും. അവർ ഒരുങ്ങി പിടിച്ചൊക്കെ വരുമ്പോൾ ഒരു നേരമാകും. അതുകൊണ്ടിട്ടാണ് രാവിലെ തന്നെ എല്ലാത്തിനെയും എണീപ്പിച്ച് കൊണ്ടുപോകുന്നത്. അങ്ങനെ രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ കയറി കേട്ടോ. ഒരു വെജ് ഹോട്ടലിലാണ് കയറിയത്. മസാല ദോശയും നെയ് റോസ്റ്റും ആയിട്ടൊക്കെയാണ് കഴിച്ചത്. അങ്ങനെ കുട്ടികൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നേരത്തെ റോട്ടിലിറങ്ങി അവർ വിശേഷം പറഞ്ഞൊക്കെ അവിടെ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ തൊമ്മൻകുത്തിലോട്ടുള്ള കയറ്റമൊക്കെ കയറി തുടങ്ങി കേട്ടോ. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനനുസരിച്ചിട്ടുള്ള കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. കാടിൻ്റെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. പക്ഷേ 3-4 തട്ടായിട്ട് വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഏറെക്കുറെ എല്ലാ സ്ഥലത്തും വെള്ളമില്ലാത്ത അവസ്ഥയായിരുന്നു. ഈ വാട്ടർഫോൾസ് കാണാൻ പോകുന്ന വഴിയൊക്കെ സൂപ്പറാണ്. കാരണം ചെറിയൊരു കാടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. വലിയ വലിയ വൃക്ഷങ്ങളും വലിയ വലിയ പാറകളും എല്ലാം ഉണ്ട്. നടക്കുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ് കാണുന്നത്. പക്ഷേ നമ്മൾ ഇത്രയും മേളിൽ ചെന്ന് കയറി കഴിഞ്ഞിട്ട് വാട്ടർഫോൾസ് പേരിന് പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമം വരും. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുക്കുക. ഈ കാണുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളൂ അവിടെ. അങ്ങനെ ഞങ്ങളപ്പോൾ തന്നെ പ്ലാൻ മാറ്റി ഞങ്ങൾ എല്ലാവരും തിരിച്ചു പോരാൻ തീരുമാനിച്ച്. അപ്പം ഞങ്ങൾ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ ഞങ്ങൾ പാണിയേലി പോരിലോട്ട് പോകാമെന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. സഞ്ചാരികളും നല്ല കുറവായിരുന്നു. റീൽസിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു വാട്ടർഫോൾസ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. ഞാനും ഏറെക്കുറെ അതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഇനിയിപ്പോൾ വേനലൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ട് പിന്നെ തിരിച്ച് പാണിയേലിപ്പോരിലോട്ട് പോകാൻ വേണ്ടി പോകണേ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ എല്ലാവർക്കും ലഞ്ച് കഴിക്കാനായിട്ട് ഊണ് പറഞ്ഞിട്ടൊന്നും ഊണൊന്നും കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും ബിരിയാണി തന്നെ കഴിച്ച്. അങ്ങനെ കുട്ടികളൊക്കെ ഫുഡ് കഴിക്കണേന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 2:30 മണിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് അത്രയും യാത്ര വെറുതെയായി തിരിച്ച് പോകുന്നു. പ്ലാൻ മാറ്റിയത് കാരണം ഇപ്പോൾ പാണിയേലിപ്പോരിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡ് കഴിച്ചത് എല്ലാവരും ബിരിയാണി ആണെങ്കിൽ ഒരാൾ കപ്പയും മീൻകറിയൊക്കെ മേടിച്ചു. പക്ഷേ കൊള്ളായിരുന്നു, ഫുഡ് കൊള്ളായിരുന്നു. കൊച്ചിയിലെ ബിരിയാണി അപേക്ഷിച്ച് ഇവിടുത്തെ ബിരിയാണിയൊക്കെ ഇത്തിരി വ്യത്യാസമുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. എല്ലാവരും ഫുഡ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു 3 മണി കഴിഞ്ഞപ്പോഴത്തേക്കും പാണിയേലിപ്പോരിലെത്തിയിട്ടാണ്. അവിടെ കുട്ടികൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്ത കാരണം ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമം തീർത്താലേ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് കാരണമാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ വേഗം ഡ്രസ് ചേഞ്ച് ചെയ്ത് വേഗം വെള്ളച്ചാട്ടത്തിലോട്ട് പോകണേണ്. വേറെ ഒന്നുമല്ല, ഇവിടെ ഒരു 4:30-5 മണിയാകുമ്പോഴത്തേക്കും അവിടെയുള്ള ഗാർഡന്മാർ 4:45 തന്നെ ഒരു വിസിലടിച്ച്. അപ്പോൾ എല്ലാവരും വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.